അമ്മ ഒരു തോർത്തെടുത്തമ്മ ഞാൻ ഭയങ്കര കുളിക്കട്ടെ ഭയങ്കര ചൂട് പുഴക്കെ എടുക്കുന്നു. മോനിക്ക് തോർത്ത് തരാം എടുത്തു തരാം. അല്ല മോന്റെ യാത്രയൊക്കെ എങ്ങനെയുണ്ട്? യാത്ര കുഴപ്പമില്ല. ഇന്നലെ ഫുള്ള് ഫ്ലൈറ്റിലല്ലേ, അപ്പൊ ഭയങ്കരമായിട്ട് ക്ഷീണമായി. ഉറങ്ങാനൊക്കെ പറ്റിയ മോനക്ക്? ഫ്ലൈറ്റിൽ ഉറങ്ങാൻ പറ്റിയില്ല. ഇന്ന് രാവിലെയാണ് ഒന്ന് വീട്ടിലെത്തിയപ്പോ ഒന്ന് ഉറങ്ങിയത്. ഫുഡൊക്കെ കിട്ടിയാ? ഫുഡൊക്കെ കഴിച്ചുമാ. പിന്നെ ഉമ്മ നാളെ എനിക്ക് ദം ബിരിയാണി ഉണ്ടാക്കി തരും. ഉമ്മ പണ്ട് ഉണ്ടാക്കാറില്ല, നല്ല മണമായിട്ട്. ദുബായിൽ നിൽക്കുമ്പോ ഞാൻ എപ്പോഴും ആലോചിക്കും നാട്ടിൽ പോയിട്ട് അത് കഴിക്കണം. ഉമ്മ നാളെ അതൊന്ന് ഉണ്ടാക്കി തരുമോ? അതിനെന്താ മോനെ ഇപ്പൊ മീനിന് പോകുമ്പോഴേ ഇപ്പൊ അടുത്ത് പറഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ ചിക്കനും ഇതൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് എന്റെ മോൾക്ക് വെച്ചേരാണ്ട് പിന്നെ ഞാൻ ആർക്ക് വെച്ചു കൊടുക്കാനാ? പണ്ടത്തെ പോലെ നല്ല മണ്ണായിട്ട് ദമ്മൊക്കെ ഇട്ടിട്ടാ വെച്ചേരാ. അപ്പൊ ഞാനും കൂടാ ഉമ്മാനെ ഹെൽപ്പ് ആക്കാനാ. ശരി ഉമ്മ പോയിട്ടേ തോർത്തെടുത്ത് വരാം. കുളിച്ചിട്ടേ ഒന്ന് കിടന്നോട്ടാ, വണ്ടിയിൽ ഇരുന്ന് ക്ഷീണിച്ചു വന്നല്ലേ. ശരി എന്നാ പോയി തോർത്ത്. അതെ, നിങ്ങൾ പോയിട്ട് വരുമ്പോഴേ കുറച്ച് ചിക്കനും അരിയും സാധനങ്ങളൊക്കെ വാങ്ങിട്ട് പോയിട്ടോ. മോൻ ദമ്മ ബിരിയാണി ചോദിച്ചു, അപ്പൊ അവനക്കൊന്ന് വെച്ചു കൊടുക്കാനാ. ഞങ്ങൾ അവിടെ തന്നെ മേടിച്ചു. മീൻ എടുത്തിട്ട് വരുമ്പോ അവിടെ തന്നെ മേടിച്ചിട്ട് പോയിട്ടോ. ചിക്കനൊക്കെ മറക്കല്ലേ? എവിടെ ഇതാ സാധനമൊക്കെ നീ പറഞ്ഞു വാങ്ങിട്ടാ. മോനക്ക് ബിരിയാണി വെച്ച് കൊടുക്കട്ടാ. ഇല്ലമ്മ എന്താ ഭയങ്കര മണാണല്ലോ റൂമിലേക്കൊക്കെ. എന്താ സ്പെഷ്യല്? ഇന്ന് മോനിക്ക് ബിരിയാണി വെക്കാനേ. മോൻ ഇന്നലെ പറഞ്ഞില്ലേ അമ്മ അവിടുത്തെ പോലെ ബിരിയാണി വെക്കണം, എനിക്ക് അമ്മ ബിരിയാണി വെക്കാൻ തോന്നണെന്ന്. അപ്പൊ ഉപ്പ മീനിന് പോകുമ്പോ പറഞ്ഞാച്ച്. അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിപ്പ. അമ്മ ദമ്മ ബിരിയാണി ഗൾഫിൽ നിൽക്കുമ്പോ എപ്പോഴും ആലോചിക്കും, ഭയങ്കര ടേസ്റ്റ് അല്ലേ ഉമ്മ ഉണ്ടാക്കണത്. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. അങ്ങനെ നീയല്ല അവിടെ ഇടയ്ക്ക് ഉമ്മ വിളിക്കുമ്പോഴൊക്കെ ബിരിയാണി എന്നിട്ട് പറയാറുണ്ട്. ഇപ്പൊ ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അവരുടെ ഭക്ഷണം. അവിടെ 10-100 ആൾക്കൊക്കെ ഉണ്ടാക്കണല്ലേ, അവര് അത്ര വലിയ ടേസ്റ്റിലൊന്നും ഉണ്ടാക്കില്ല. ഇതെന്ന് പറയുമ്പോ നമ്മുടെ വീട്ടില് ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് അവിടെ നിന്നും കിട്ടില്ലല്ലോ. എപ്പൊ അവിടെ ബിരിയാണി കഴിക്കുമ്പോഴും ഞാൻ വീട്ടിലത്തെ ബിരിയാണിയാണ് എപ്പോഴും ആലോചിക്കുന്നത്. ഇവിടുത്തെ ടേസ്റ്റ് അവിടെ ഇല്ലാത്തന്ന് പറഞ്ഞത് ഷമീറും പറയും ഇതന്നെ അവസ്ഥ. പക്ഷെ എണ്ണ കൊണ്ട് കഴിക്കൂല അവിടെ കണ്ടമാനം. എണ്ണയുടെ പ്രശ്നമൊന്നുമില്ല അമ്മ, അവിടെ എപ്പോഴും ബിരിയാണി വെക്കും, പക്ഷെ അത്ര വലിയ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഇവിടെ എന്ന് പറയുമ്പോ ഉമ്മ ഈ ബിരിയാണി വെച്ച് ഇവിടുത്തെ മസാലയും കാര്യങ്ങളൊക്കെ കിട്ടാൻ തന്നെ 4 വീടും മണക്കല്ലേ. ചെറുപ്പത്തൊക്കെ എത്ര കഴിക്കാൻ ആഗ്രഹിച്ചാണ്. സ്കൂൾ വിട്ട് വരുമ്പോ അവിടെ മണക്കും ഉമ്മാടെ ഇവിടെ വെക്കുന്ന ബിരിയാണി. അപ്പൊ ഇതായിരുന്നു എപ്പോഴും എന്റെ ഫേവറേറ്റ്. അതുകൊണ്ട് അവിടെ എത്ര കഴിച്ചാലും ഇവിടുത്തെ അത്ര വരില്ലമ്മ. അതെന്താ മോനെ കുഴപ്പം? ഇനി ഇടക്കിടക്ക് എന്റെ മോനക്ക് വെച്ചു തരാലോ. അപ്പൊ സമീറും പറയാറുണ്ട് ഇടയ്ക്ക് ഉമ്മാടെ ബിരിയാണി കഴിക്കാൻ തോന്നണം. പക്ഷെ സമീർ വന്നിട്ട് വേണം. ഇനിയിപ്പോ നമ്മളിതേ ബിരിയാണി വെച്ചെന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങും ഒരാള്. ബിരിയാണിയാണ് ഉമ്മക്ക് എനിക്ക് കഴിക്കാൻ തോന്നണമെന്ന് പറയും. എന്തായാലും അടുത്ത മാസം വരികയല്ലേ, അപ്പൊ ഇത്രയായില്ലേ, അപ്പൊ ശരിയാവും. അവന്റെ ഇത് തന്നെയാണ് അവസ്ഥ. എത്ര വെച്ചാലും അവൻ പറയും വീട്ടിലത്തെ ഫുഡ് തന്നെയാണ് സൂപ്പർ എന്ന്. പക്ഷെ അവിടുത്തെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എത്ര വെച്ചാലും ഉമ്മ വെക്കണ പോലെ വരില്ലല്ലോ. അത് ഓരോ സ്ഥലത്തിന്റെ വ്യത്യാസം മോനെ. നമ്മുടെ മസാല കൂട്ടാവൂല, ചിലപ്പോ അവരുടെ മസാല കൂട്ടും. പിന്നെ അത് ഓരോ ഭാഗത്ത് അറബി ഫുഡ് അങ്ങനെയൊക്കെ പറയണ്ടല്ലോ. അപ്പൊ അവരുടെ മസാലയ്ക്കും നമ്മുടെ മസാലയ്ക്കും വ്യത്യാസം വരും. അതാണ്. പിന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പോയിട്ട് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് ഇഷ്ടമല്ലാത്ത പോലെ തോന്നുക. ഞാൻ എന്തേലും ഹെൽപ്പ് ആക്കണ മസാല എന്തെങ്കിലും വറുത്ത് തരണ, എന്തെങ്കിലും ഹെൽപ്പ് ആക്കണം, എന്തെങ്കിലും അരിയാൻ എന്തെങ്കിലും ഉണ്ടാ? അതെ, എന്റെ ഇന്നലെ രാത്രി വന്നല്ലേ, നല്ല ഉറക്കക്ഷീണം ഉണ്ടാവും. പൊന്നു പോയിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി എണിച്ചു ഉമ്മ എല്ലാ പണിയും ചെയ്തേക്കാം, എന്നിട്ട് ഉമ്മ വിളിക്കാം, പോയിട്ട് ഒന്ന് ഉറങ്ങിക്കാം. ഒന്നും കുഴപ്പമില്ല, അതൊക്കെ ഒരു സന്തോഷല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്നാലും ആ തക്കാളി ഒന്ന് അരിഞ്ഞിതാ കഴുകിയിട്ട്. മോനെ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കും, മാരിയിട്ടിട്ട് വരാട്ടാ. നീ അടിച്ചപ്പോ കുറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അപ്പഴേക്ക് ഉമ്മ പിടിച്ച അടുക്കളയിൽ കൊണ്ടിട്ടാ. അല്ല, ഞാൻ അവിടെ നേരത്തെ നിൽക്കുമ്പോഴേ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഉറങ്ങല്ലേ, അപ്പൊ വിശേഷങ്ങളൊക്കെ നോക്കിയാൽ അങ്ങോട്ട് പോയപ്പോ അവിടെ കാണാൻ. അല്ലേ, ഞാൻ നല്ല മണം
ദമ്മ് ബിരിയാണിന്റെ അപ്പൊ ആ മണം കേട്ടപ്പോ അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നതാ. യാത്രയൊക്കെ എന്തായിരുന്നു? യാത്ര സുഖമായിരുന്നു, കുഴപ്പമില്ല. നേരം വൈകിയ കാരണേ ഉറങ്ങിപ്പോയി കുറച്ച് രാവിലെ. അതിന്റെ ക്ഷീണം ഉണ്ടാവും. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വർത്തമാനം പറയാച്ചിട്ട് അപ്പഴേക്ക് അടുക്കളയിൽ വന്ന് പിടിച്ചിട്ട് പോയി. ഇതിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ, ഇനി സമയമുണ്ടല്ലോ. സമയമുണ്ട്. അഞ്ചാറ് മാസം ലീവ് ഉണ്ടല്ലോ. അത് പോവാ, അത് റെഡിയാക്കാം. മരുമോള് വന്നിട്ടാണ് സമാധാനമായിട്ട് ഇരിക്കാൻ. റെസ്റ്റ് എടുക്കാനാണോ അമ്മ? ഇപ്പൊ മോളൊന്നും ചെയ്തില്ല, ഉമ്മക്ക് തന്നിട്ട്. അപ്പൊ എന്റെ മോളുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്തു തരൂലേ? അതിനാണ് ഉപ്പ ഇപ്പൊ പറഞ്ഞ എന്റെ കൊണ്ടായിട്ടില്ല എന്ന് പറയും. ഇപ്പോഴും കുട്ടിയല്ലേ, സമയാവണ്ടേ? ഒരു കാര്യം ചെയ്യുന്ന അവര് സഹായം ചെയ്തു തരൂല. അതൊന്നും ഇപ്പൊ പറയണ്ടമ്മ, അതിനൊക്കെ ഒരുപാട് സമയമില്ലേ മോനെ? ഒരുപാട് സമയമില്ലേന്ന് പറഞ്ഞാൽ അധികം നീണ്ടൊന്നും പോകില്ല. കല്യാണത്തിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. അങ്ങ് വിശന്നിട്ട് വയ്യ, മണം കേട്ടിട്ട് ഇരിക്കാനും പറ്റില്ല. വേഗം ചോറിട്ടെ. ഇതന്നെ 5 മിനിറ്റ് ഇപ്പൊ ആവും ചോറ് ആയി കഴിഞ്ഞത്. ഒന്ന് കൂട്ടാൻ ഇതാക്കിയാ ശരിയായി. ശരി പിന്നെ ചോറെടുക്ക്, വിശന്നിട്ട് വയ്യ, വേഗം എടുക്ക്. ഇതിപ്പോ തരാന്ന് 5 മിനിറ്റ് ഇപ്പൊ തരാ ചോറ്. എന്താ നോക്കട്ടെ. അച്ചാറ് നാരങ്ങനെ കൊടുത്തേക്ക് 2 ദിവസമാണ് ഒരു നാരങ്ങ. അത് അച്ചാറ് നാരങ്ങയാവും. വേറെ വൈകി സമയത്ത് ഇവിടെ വന്നിട്ട് നേരെ ഒരുപാട് വൈകില്ലേ ഭക്ഷണം. എന്റെ കുട്ടിക്ക് വിശക്കുണ്ടാവും. സെഫി മോനെ വാടാ, ഇതൊന്ന് കൊണ്ടുപോയി വെച്ച മോനെ. ഏതാ വരെയും ചോറ് കഴിക്കാന് വിശക്കണെന്ന് പറഞ്ഞിട്ട് ചെന്ന് കിടക്കുക. വേഗായോ? സെഫി മോനെ വാടാ, ചോറിന് വാ. എന്റെ പൊന്നു ചോറ് വിളമ്പി വെച്ചിക്കണ്. വാ. ചോറായി അമ്മ? ആയി. ചോറിന് വേണം മോനെ. കഴിക്കാ, വിശന്നിട്ട് വയ്യ, നല്ല മണവും. നിങ്ങള് വിളിച്ചു വരണ്ടേ? നിങ്ങള് കുളിച്ചു പറയുമ്പോ എനിക്ക് ലെഗ് പീസ് ഇട്ടാ. എത്ര ദിവസമായി ഉമ്മടെ ഫുഡ് കഴിച്ചിട്ട്. എന്റെ മകൻ കഴിക്കും. നമ്മളെ കച്ചമ്പറ മക്കളെ ചോറ് കഴിക്കും. കഴിക്കും. നാളെ വെള്ളം അടിച്ചു വേട്ട ചോറ് കഴിക്കും. ശരി. ഓ നമ്മളെ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. പൊന്നു മോനക്ക് വേണ്ടി വെച്ചതാ. പണ്ടത്തെ അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. സൂപ്പർ. വയറ് നിറച്ച് കഴിക്കട്ടാ. ബിരിയാണി എങ്ങനെയുണ്ടിപ്പാ?